ആ വാ, ഇരിക്കി ഇരിക്കി, കുറേലോ കണ്ടിട്ട്. ഏ ഇരിക്കി ഇരിക്കി, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഏ എന്തൊക്കെ വിശേഷങ്ങൾ? ശശിയേട്ടൻ്റെ ആ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ ഏതുവരെത്തി? ധനസമ്പാദനം തുടങ്ങിയോ? ഏ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ കേക്കട്ടെ, പറയൂ. ആ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ വഴുകി തുടങ്ങാനേ. ഈ 50 വയസ്സിലാണ് ബുദ്ധി വന്നത് തന്നെ. അതാ കൊറോണ വന്ന സമയത്താണല്ലോ തുടങ്ങിയത്. നമ്മളിപ്പോൾ ഈ ബിസിനസ് പരമായിട്ടല്ല, ഉദ്ദേശിച്ചിട്ടല്ല തുടങ്ങിയിറങ്ങണത്. ധനസമ്പാദനം അതൊന്ന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല, ഒരു ടൈം പാസ് എന്ന രീതിയിൽ. പിന്നെ ആളുകൾ അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പോൾ നീ ചോദിക്കണ പോലെ വരുമാനം കിട്ടാൻ തുടങ്ങിയ ഒരുപാട് വരുമാനം കിട്ടുന്ന മാതിരിയൊക്കെയാണേ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല യൂട്യൂബ് തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഇതാ ഒരു മാസം മുമ്പേ അതിപ്പോൾ മോണിറ്റൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതിനൊക്കെ ഇപ്പോൾ വരുമാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ അതിനൊക്കെ കുറച്ച് നല്ല ബുദ്ധി പ്രയോഗിക്കണേ, ടെക്നിക്കുകൾ വേണം. നമുക്ക് അത്രയൊന്നും അറിയില്ലല്ലോ. നമുക്കൊക്കെ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് മൊബൈൽ തന്നെ വന്നിറങ്ങണത്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ നീ ഇപ്പോൾ ചോദിച്ചു, ഇപ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാരങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, അതൊക്കെ ഇപ്പോൾ കണ്ടാലല്ലേ കാണും വേണ്ടേ. ഇപ്പോൾ ഈ ഡപ്പാങ്കൂത്ത് പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം. നല്ല കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നീ ഇപ്പോൾ ഒരാൾ ഇന്നലെ ഒരാൾ ചോദിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ യൂട്യൂബിൽ വരുമാനം തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ തമാശയ്ക്ക് വെറുതെ എന്ത് ചോദിച്ചു, മിനിഞ്ഞാന്നിട്ട് വീഡിയോ കണ്ടു ചോദിച്ചു. അപ്പോൾ അയാൾ കണ്ടിട്ടില്ല, അയാൾ സബ്സ്ക്രൈബേ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുവരെ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ നിർബന്ധിച്ചിട്ട് ഒരാൾ ചെയ്യാൻ പറയാൻ പാടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മൾ ഏത് വീഡിയോ എടുത്താലും സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ല് അമുത്തു എന്നൊക്കെ പറയും. ഞാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ. കാരണം നമുക്കിപ്പോൾ ജീവിക്കാൻ ദൈവം വേറൊരു വഴി തരുന്നുണ്ട്. പിന്നെ ഇതൊന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് വെറുതെ കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടേ വെറുതെ കാശുണ്ടാക്കിയിട്ട് അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയണേ. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഒരു മാസമായി. ഇപ്പോൾ കുറേ വീഡിയോ ഇടണം ഇങ്ങനെ. അപ്പോൾ അതാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ പഴയ പോലെയല്ല, ഇപ്പോൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം. എല്ലാം ഇടാനും പറ്റില്ല, യൂട്യൂബർ അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകണം. നിനക്ക് സുഖം തന്നെയല്ലേ?